മറ്റു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക്. പയ്യന്നൂരിലെ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കണമെന്ന ടി.ഐ. മധുസൂദനന്റെ ഹർജി പാർട്ടി നേതൃത്വത്തിന്റെ അറിവോടെ CPM ജില്ലാ കമ്മിറ്റി നിർദ്ദേശപ്രകാരമാണ് ഹർജി നൽകിയത്. അസത്യ പ്രചാരണമാണ് വി കുഞ്ഞികൃഷ്ണൻ നടത്തിയത് എന്നതാണ് പാർട്ടി നിലപാട്. വ്യാജാരോപണങ്ങൾ ഉന്നയിച്ചു, സ്ഥാനാർത്ഥി വ്യക്തിഹത്യ നടത്തിയെന്നുകൂടി ഹർജിയിൽ വാദമുണ്ട്. കുഞ്ഞികൃഷ്ണന്റെ പുസ്തകത്തിലെ രക്തസാക്ഷി ഫണ്ട് കണക്ക് ഉൾപ്പെടെ വ്യാജമെന്നുകൂടിയാണ് CPM നിലപാട്. അർജുൻ കല്യാട് ചേരുന്നു. അപ്പോൾ അർജുൻ, ടി.ഐ. മധുസൂദനന്റെ ഒറ്റയ്ക്കുള്ള നീക്കമല്ല, ഇത് CPM-ന്റെ ഒരു രാഷ്ട്രീയ നീക്കം എന്നതുകൂടി വിലയിരുത്തണം, അല്ലേ അർജുൻ? വിനീത, തീർച്ചയായിട്ടും പയ്യന്നൂരിൽ ടി.ഐ. മധുസൂദനൻ കഴിഞ്ഞ ദിവസം ഈ തെരഞ്ഞെടുപ്പ് ഫലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയിൽ നൽകിയിട്ടുള്ള ഹർജി, അത് ടി.ഐ. മധുസൂദനന്റെ മാത്രം തീരുമാനമല്ല, CPM-ന്റെ നേതാക്കളുടെയും ജില്ലാ കമ്മിറ്റിയുടെയും ഒക്കെ അറിവോടുകൂടി തന്നെ നടത്തിയതാണ് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്ന കാര്യം. അതായത് ഇത് ഏതെങ്കിലും തരത്തിലൊരു വ്യക്തിപരമായോ അല്ലെങ്കിൽ ഒരു സ്ഥാനാർത്ഥികൾ തമ്മിലുള്ള ഒരു പ്രശ്നമായോ മാത്രം കാണേണ്ടതില്ല. ഇതിനകത്ത് നിയമപരമായ രീതിയിൽ തന്നെ വി കുഞ്ഞികൃഷ്ണൻ അവതരിപ്പിച്ചിട്ടുള്ള ഈ കണക്ക് രക്തസാക്ഷി ഫണ്ടിലും അതുപോലെ തന്നെ പയ്യന്നൂരിലെ CPM ഓഫീസിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കണക്കിലും ഉൾപ്പെടെ വി കുഞ്ഞികൃഷ്ണൻ നടത്തിയിട്ടുള്ളത് വ്യാജ ആരോപണമാണ് എന്ന് നേരത്തെ തന്നെ CPM വ്യക്തമാക്കിയതാണ്. അപ്പോൾ അത് ഉന്നയിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയും തെരഞ്ഞെടുപ്പിൽ വി കുഞ്ഞികൃഷ്ണൻ വിജയം നേടുകയും ചെയ്ത പശ്ചാത്തലത്തിൽ അതിനെ നിയമപരമായി നേരിടുക എന്നുള്ളത് തന്നെയാണ് CPM ഉദ്ദേശിക്കുന്നത്. എന്തായാലും CPM നേതൃത്വം തന്നെയാണ്, അല്ലെങ്കിൽ CPM രാഷ്ട്രീയമായി തന്നെ ഇതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു എന്നുള്ളതാണ് ഈ ഹർജിയുടെ ഭാഗമായി മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. ടി.ഐ. മധുസൂദനൻ ഈ സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഹർജി നൽകി എന്നതിനപ്പുറത്തേക്ക് അത് ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്, ജില്ലാ കമ്മിറ്റിയുടെ ഒരു കൂട്ടായ തീരുമാനപ്രകാരമാണ് അത്തരമൊരു നീക്കത്തിലേക്ക് CPM കടക്കുന്നത്. അതായത് വി കുഞ്ഞികൃഷ്ണൻ വേഴ്സസ് ടി.ഐ. മധുസൂദൻ എന്നതിലുപരിയായി വി കുഞ്ഞികൃഷ്ണൻ വേഴ്സസ് CPIM എന്നുള്ള തരത്തിൽ തന്നെയാണ് ഇതിനെ കാണുന്നത്. ഒരു രാഷ്ട്രീയ പോരാട്ടമാക്കി തന്നെ ഇതിനെ മാറ്റുക, അല്ലെങ്കിൽ നിയമപരമായ രീതിയിൽ ഇതിനെ മറികടക്കുക എന്നുള്ളത് തന്നെയാണ് CPM ഉദ്ദേശിക്കുന്നത്. എന്തായാലും ടി.ഐ. മധുസൂദൻ നൽകിയിട്ടുള്ള ഹർജി അത് CPM-ന്റെ ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്, CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കളുടെ തീരുമാനപ്രകാരവും അറിവോടും കൂടി തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. വിനീത, ശരി. അർജുൻ കല്യാട് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.